എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡോയില് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാനിവിടെ ഒരു പീച്ച് കളർ, ഒരു ലൈറ്റ് കളർ യാണാണ് യൂസ് ചെയ്തത്. ആക്രിലിക് യാണാണ്. 3mm ക്രോഷിയോക്ക് വെച്ചിട്ടാട്ടോ ഞാൻ അധികം പാറ്റേൺസും ചെയ്യാറുള്ളത്. എൻ്റെ ഒരു ഫേവറേറ്റ് യാൺ ഇത് തന്നെയാണ്, ഹുക്ക് ഇത് തന്നെയാണ്. ആക്രിലിക് യാൺ തന്നെയാണ് അധികം യൂസ് ചെയ്യാറുള്ളൂ. അപ്പം നമുക്ക് ഡോയില് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു മാജിക് റിങ് ചെയ്തു. ദെൻ ഡബിൾ ക്രോഷിയാണ് ചെയ്യാൻ പോണത്. 4 ചെയിൻസ് ഇടുക. നമ്മൾ ആ റിങ് സെറ്റ് ചെയ്തിട്ട് 4 ചെയിൻസ് ഇടുക. ദെൻ ഒരു ഡബിൾ ക്രോഷിയെ ചെയ്യുക. അടുത്ത ഡബിൾ ക്രോഷി, അടുത്ത ഡബിൾ ക്രോഷി. അങ്ങനെ നമ്മൾ 20 ഡബിൾ ക്രോഷീസ് ചെയ്തെടുക്കുക. ആദ്യം 4 ചെയിൻസിൽ നമ്മൾ 3 ചെയിനേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ 20 ഡബിൾ ക്രോഷീസ് കൂടെ ചെയ്യുക. 19 ടോട്ടൽ. അപ്പം ആദ്യത്തെ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷിയെ, പിന്നെ ഒരു 19 ഡബിൾ ക്രോഷീസ് കൂടെ നമ്മൾ ചെയ്യുക. അങ്ങനെ 20 ഡബിൾ ക്രോഷി ചെയ്തെടുക്കുക. ആ റിങ്ങിൽ നമ്മൾ 20 ഡബിൾ ക്രോഷീസ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഡബിൾ ക്രോഷീസ് 20 ഡബിൾ ക്രോഷീസ് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ആ റിങ്ങിൻ്റെ ആ ഹോള് നമ്മൾ ആ എക്സസ് ഉള്ള യാണ് നല്ലോണം വലിച്ച് ടൈറ്റൻ ചെയ്തു. അതിന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് നമ്മളിതാ ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷിയെ, ഒരു ചെയിൻ, 1 ഡബിൾ ക്രോഷിയെ 1 ചെയിൻ എന്നുള്ള രീതിയിൽ ഓരോ ചെയിൻസിലും ചെയ്തെടുക്കുക. ഒരു ഡബിൾ ക്രോഷിയെ ചെയ്യുക, ഒരു ചെയിൻ ഇടുക. വീണ്ടും അടുത്ത ഡബിൾ ക്രോഷിയെ ചെയ്യുക ചെയിൻ സ്പേസിൽ, ദെൻ ഒരു ചെയിൻ ഇടുക. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷിയെ, ഒരു ചെയിൻ. അങ്ങനെ ഓരോ ചെയിൻസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷിയേസ് ചെയ്യുക, ഒരു ചെയിൻ ഇടുക. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം നമുക്കത് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മളിത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ 2 ഡബിൾ ക്രോഷിയെ ചെയ്യുക, 2 ചെയിൻ ഇടുക. ആ ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷിയെ ചെയ്യുക, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷിയെ, 2 ചെയിൻ. അപ്പോൾ ഓരോ ചെയിൻ സ്പേസുകളിലും നമ്മൾ 2 ഡബിൾ ക്രോഷിയെ, 2 ചെയിൻ വീതം ചെയ്തെടുക്കുക. ഓക്കെ, മനസ്സിലായോ? ഓരോ ചെയിൻ സ്പേസിലും ഡബിൾ ക്രോഷിൻ്റെ മേലെയല്ല നമ്മൾ ആ ചെയിൻ ചെയ്തല്ലോ, ആ ചെയിൻ സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ഓരോ ചെയിൻ സ്പേസിലും 2 ഡബിൾ ക്രോഷിയെ, 2 ചെയിൻ ഉള്ള രീതിയിൽ ചെയ്തെടുക്കും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ അതേപോലെ തന്നെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അടുത്ത റൗണ്ട് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ആയി. 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് നമ്മൾ റൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ ആ ചെയിൻ സ്പേസിൽ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. 2 ഡബിൾ ക്രോഷിയെ, 3 ചെയിൻ. അടുത്ത റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷിയെ ചെയ്യുക, 3 ചെയിൻ ഇടുക. ഇനിയുള്ള റൗണ്ടിൽ ഇനി ഈ റൗണ്ടിൽ നമ്മൾ 2 ഡബിൾ ക്രോഷിയെ ചെയ്യുക, 3 ചെയിൻ ഇടുക. അടുത്ത സ്പേസിൽ 2 ഡബിൾ ക്രോഷിയെ, 3 ചെയിൻ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫുള്ള് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. മനസ്സിലായോ? നമ്മൾ മുന്നത്തെ റൗണ്ടിൽ 2 ഡബിൾ ക്രോഷിയെ, 2 ചെയിനാണ് ചെയ്തത്.
ഈ റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യ 3 ചെയിൻ എന്നുള്ള രീതിയിൽ ചെയ്തെടുക്കാം. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ആ ചെയിൻ സ്പേസിൽ വി സ്റ്റിച്ചാണ് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, അതായത് 3 ചെയിൻ പ്ലസ് 2 ചെയിനും കൂടെ 5 ചെയിൻസ് ഇടുക. ദെൻ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ സെയിം സ്പേസിൽ ചെയ്യുക, 2 ചെയിൻ ഇടുക. ഇനി നെക്സ്റ്റ് ചെയിൻ സ്പേസിലും ഇതേപോലെ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, വീണ്ടും അതേ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യയോടെ ചെയ്യുക, 2 ചെയിൻ ഇടുക. വീണ്ടും അടുത്ത ചെയിൻ സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ ഇടുക. പിന്നെ അടുത്ത സ്പേസിലാണ്. അങ്ങനെ ഓരോ സ്പേസിലും ഇതേപോലെ വി സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അന്ന് നമുക്ക് ചെയ്തിട്ട് വരാം. ഇതാ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് സ്പേസിൽ 3 ചെയിൻസ് ഇട്ടു. വീണ്ടും അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 2 ചെയിൻ ഇടുക. നെക്സ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻസ് ഇടുക, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, ദെൻ വീണ്ടും 2 ചെയിൻ. പിന്നെ അടുത്ത സ്പേസിൽ 4 ഡബിൾ ക്രോഷ്യ. വീണ്ടും നെക്സ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 എണ്ണം, 2 ചെയിൻ, 2, പിന്നെ വീണ്ടും 2 ചെയിൻ ഇട്ടു, 4 ഡബിൾ ക്രോഷ്യ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്ത ആ 3rd ചെയിനിലേക്ക് നമ്മൾ സ്ലിപ്പ് ഇട്ട റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി ആ ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ എന്നുള്ളതിൽ ആ 4 ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്യാം. ഓക്കെ, ഒരു ചെയിൻ ഇടുക. ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിനല്ല, 2 ചെയിൻ, 2 ചെയിൻ ഇടുക. ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ. ഇനി 3 ചെയിൻസ് ആട്ടോ ഇവിടെ ഇട്ടത്. ഇനി നെക്സ്റ്റ് ആ വി സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ ഇട്ടു, 2 ഡബിൾ ക്രോഷ്യയുടെ സെയിം സ്പേസിൽ ചെയ്യുക. പിന്നെ 3 ചെയിൻസ് ഇടുക. ഇനി അടുത്ത സ്പേസിൽ 4 ഡബിൾ ക്രോഷ്യ അല്ല, 4 ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ ഓരോ ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ എന്നുള്ള ഇതിൽ ചെയ്തെടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ റൗണ്ട് ഫുള്ള് ചെയ്തെടുക്കുക. നമുക്ക് ചെയ്തിട്ട് വരാം. ഞാനിത് ആ റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ആ ചെയിൻ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യാം. ഒരു ഡബിൾ ചെയിൻ ഇട്ടു, 3 ചെയിൻസ് ഇട്ടു, ഒരു ഡബിൾ ക്രോഷ്യ ഹാഫ് ചെയ്തു, അടുത്തൊരു ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻ ഇട്ടു. ഇനി അടുത്ത സ്പേസിലും 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക, 2 ചെയിൻസ് ഇടുക. ഓക്കെ, ഇനി 3 ഡബിൾ ക്രോഷ്യ ടുഗദറും കൂടെ ചെയ്യാം. കാരണം ഇതൊരു പൈനാപ്പിൾ സ്റ്റിച്ചാണ് ഈ ഒരു സ്പേസിൽ നമ്മൾ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ആ 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്തത്. ഇനി 3 ചെയിൻസ് ഇടുക. ഇനി അടുത്ത ബി സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, 2 ചെയിൻസ് ഇട്ടു. ഇനി അടുത്ത 2 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ തന്നെ
2 ചെയിൻസ് ഇട്ടു, വീണ്ടും 2 ഡബിൾ ക്രോഷ്യേസും കൂടെ ചെയ്യാം. എന്നിട്ട് 3 ചെയിൻസ് ഇടുക. വീണ്ടും നെക്സ്റ്റ് നമ്മൾ ആ 4 ഡബിൾ ക്രോഷ്യേൻ്റെ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യാം. ഒരു 3 ഡബിൾ ക്രോഷ്യ ടുഗദർ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ടുഗദർ, 2 ചെയിൻ, 3 ഡബിൾ ക്രോഷ്യ ടുഗദർ, 3 ചെയിൻ, ദെൻ 3 സെറ്റ് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 3 ചെയിൻസ്. അങ്ങനെ അതാ ഞാൻ ആ റൗണ്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി അടുത്ത റൗണ്ട് നോക്കാം. അടുത്ത റൗണ്ടിൽ നമ്മൾ ഇതേപോലെ തന്നെ ആ പൈനാപ്പിളിൻ്റെ സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ടുഗദർ തന്നെ ചെയ്യാം. 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക, 2 ചെയിൻ, ഇനി ഒരെണ്ണം കൂടെ ചെയ്യാം, 2 ചെയിൻ, 3 ചെയിൻസ് ഇടുക കേട്ടോ. 2 3. ഇനി അടുത്ത സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, നമ്മൾ 2 ചെയിൻ ഇട്ടു, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു, 3 ചെയിൻസ് ഇട്ടു. പിന്നെ അടുത്ത സ്പേസിൽ നമ്മൾ സെയിം 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഇനി 3 ചെയിൻസ് ഇട്ടിട്ട് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ടുഗദർ, 2 ചെയിൻ എന്നുള്ളത് അടുത്ത സ്പേസിൽ ചെയ്യാം. നമുക്ക് ചെയ്താലോ? എല്ലാവർക്കും നമ്മളെ പാറ്റേണൊക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഉണ്ടോ? നമ്മളെന്ത് ചെയ്യുക, ആദ്യം 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ഒരു സ്പേസിൽ ചെയ്തു, 3 ചെയിൻസ് ഇട്ടു, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, പിന്നെ 2 സെറ്റ് 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യാം. ഇനി അടുത്ത റൗണ്ടിൽ ഒരൊറ്റ 3 ഡബിൾ ക്രോഷ്യ ടുഗദർ മാത്രമേ വരുള്ളൂ. ഓക്കെ, കഴിഞ്ഞു. 3 ചെയിൻസ് ഇടുക, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക വീണ്ടും സെയിം സ്പേസിൽ. എന്നിട്ട് 4 ചെയിൻസ് ഇടുക. നേരത്തെ റൗണ്ടിൽ 4 ചെയിൻസ് ആട്ടോ എന്നിടത്ത് തെറ്റിപ്പോയിട്ടുണ്ട്. ഇനി ആ ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 4 ചെയിൻസ് ഇട്ടിട്ട് അടുത്ത സ്പേസിലും 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 3 ചെയിൻസ് ഇടുക, ദെൻ ഒരു 3 ഡബിൾ ക്രോഷ്യ ടുഗദറിൻ്റെ സെറ്റ് ചെയ്യുക അടുത്ത സ്പേസിൽ. പിന്നെ ഒരു 3 ചെയിൻ ഇടുക, ഇത് റിപ്പീറ്റ് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 4 ചെയിൻ, ഒരു എസ്സി, 4 ചെയിൻ വീണ്ടും ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു 3 ചെയിൻസ് ഇട്ടിട്ട് ഒരു സെറ്റ് 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മൾ ആ റൗണ്ട് അവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നെക്സ്റ്റ് 4 ചെയിൻസ്, ഒരു ചെയിൻ ഇട്ടു, 4 ചെയിൻസ് ഇടുക. 4 ചെയിൻസ് ഇട്ടു, എന്നിട്ട് നമ്മൾ ആ 3 ഡബിൾ ക്രോഷ്യ ടുഗദറിൻ്റെ അവിടെ നിന്നാണ് 4 ചെയിൻസ് ഇട്ടിട്ട് നെക്സ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, എന്നിട്ട് 4 ചെയിൻസ് ഇടുക. എന്നിട്ട് ഫസ്റ്റ് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ദെൻ വീണ്ടും 4 ചെയിൻസ് ഇട്ടു, നെക്സ്റ്റ് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും 4 ചെയിൻസ് ഇട്ടു, നെക്സ്റ്റ് സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, 2 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ 4 ചെയിൻസ്, വീണ്ടും 4 ചെയിൻസ് ഇടുക. എന്നിട്ട് ആ 3 ഡബിൾ ക്രോഷ്യ ടുഗദർ ചെയ്ത് അവിടെയുള്ള ആ ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 4 ചെയിൻസ് ഇടുക. സെയിം അടുത്ത സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, പിന്നെ 4 ചെയിൻസ് ഇടുക, ഒരു സിംഗിൾ ക്രോഷ്യ, 4 ചെയിൻ, സിംഗിൾ ക്രോഷ്യ, 4 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റൗണ്ട് ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ.
അങ്ങനെ നമ്മളത് ആ റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ സ്ലിപ്പ് ഇട്ടിട്ട് ആ സെൻറ്റർ സ്പേസിലേക്ക് കൊണ്ടുവരിക. കാരണം ഇനി നമ്മൾ ആ സ്പേസിൽ വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ ആ ഡബിൾ ക്രോഷ്യൻ്റെ സ്പേസിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് കൊണ്ടുവരിക. നമ്മൾ ചെയിൻ സ്പേസിൽ എത്തിക്കാം. ദെൻ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് 4 ചെയിൻസ് ഇടുക. അടുത്ത സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ദെൻ വീണ്ടും 4 ചെയിൻസ് ഇടുക. അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ. വീണ്ടും 4 ചെയിൻസ് ഇടുക. അടുത്ത സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ദെൻ 4 ചെയിൻസ് ഇട്ടിട്ട് അടുത്ത സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇനി 4 ചെയിൻസ്, ഇനി ചെയിൻസ് ഇടുന്നില്ല. ഇനി അടുത്ത 4 ആ 2 ഡബിൾ ക്രോഷ്യ സ്പേസ് 2 സ്കിപ്പ് ചെയ്തിട്ട് ആ 4 ഡബിൾ ക്രോഷ്യ വരുന്ന സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ആ 2 ചെയിൻ സ്പേസ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അടുത്ത സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അത് ജോയിൻ്റ് ആയി. നമ്മൾ ആ പൈനാപ്പിളിൻ്റെ സ്റ്റിച്ച് അവിടെ കംപ്ലീറ്റ് ആയി. ദെൻ നമ്മൾ ആ 2 റൗണ്ടിൽ നമ്മൾ ചെയിൻസ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ 2 സ്പേസും കൂടെ ഒന്നാക്കി. ഇനി നമുക്ക് ഫുൾ ചെയ്തിട്ട് വരാം. അങ്ങനെ ഞാനിത് ആ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മൾ ആ സ്പേസിലേക്ക് നമ്മൾ അടുത്ത ഇതിൽ എല്ലാ സ്പേസിലും 4 ചെയിൻസ് ഇടുക, സിംഗിൾ ക്രോഷ്യ 4 ചെയിൻസ് ഇട്ടു. ആ സെൻട്രൽ സ്പേസിലേക്ക് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത 4 ചെയിൻസ് ഇടുക, അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ. എല്ലാ സ്പേസിലും നമ്മൾ 4 ചെയിൻസ് ഇട്ടിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യും. ആ 2 ഡബിൾ ക്രോഷ്യ 2 ചെയിനിന് വരുന്ന സ്പേസിൽ അവിടേക്കാണ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തത്. ഇനി അടുത്ത ഓരോ ചെയിൻ സ്പേസിലും സെയിം 4 ചെയിൻസ് ഇടുക, സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ചെയ്തെടുക്കുക. 4 ചെയിൻസ്, സിംഗിൾ ക്രോഷ്യ. അങ്ങനെ ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മൾ ഏകദേശം ആ ഒരു റൗണ്ട് ഇതവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു റൗണ്ടും കൂടെ ചെയ്താൽ നമ്മളെ ഡോയിലി ഏകദേശം ഫുള്ളായി കംപ്ലീറ്റായി. ഇനി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ആ ചെയിൻ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ദെൻ 3 ചെയിൻസ് ഇട്ടിട്ട് ഒരു ലൂപ്പ് ഇടുക. ആ 3rd ചെയിനിലേക്ക് ഒരു ലൂപ്പ് ഇടുക. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നെക്സ്റ്റ് സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇതേപോലെ 3 ചെയിൻസ് ഇട്ടിട്ട് ഒരു ലൂപ്പ് ചെയ്യുക. ദെൻ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ ആ റൗണ്ട് ഫുള്ള് അത് റിപ്പീറ്റ് ചെയ്ത് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ഈ ഡോയിലിൻ്റെ ലാസ്റ്റ് റൗണ്ട് ആണിത്. അത് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഡോയിലി കംപ്ലീറ്റായി. നമുക്ക് അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 3 ചെയിൻസ് ഇടുക, എന്നിട്ട് ലൂപ്പ് ഇടുക, ദെൻ ഒരു സിംഗിൾ ക്രോഷ്യോടെ ചെയ്യാം. ഓക്കെ, നമുക്കത് ചെയ്തിട്ട് വരാം കേട്ടോ. അത് ഫുള്ളും ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ പാറ്റേൺ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പാറ്റേണായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. നമ്മളെ ഫൈനൽ ലുക്ക് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.